കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് കേരളപ്പിറവി ദിനത്തിൽ കോഴിക്കോട് സമ്മാനിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. ബുദ്ധിമുട്ടാണ്. 70 വയസ്സായി കയറാൻ പറ്റുന്നില്ല. ഇവരുടെ ഇപ്പോൾ കുറേ ദിവസം ഒരു മാസത്തിൻ്റെ മേലായി. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു എക്സലേറ്റർ ഇത്, പക്ഷേ ഇത് മാസങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇതിവിടെ വന്ന് അന്ന് തൊട്ട് കേടാ, എന്നും കേടാണ്. അല്ലെങ്കിൽ 1-2 സ്ഥലം നന്നാവും, പിന്നെയും കേടാ. $11 കോടിയിലേറെ രൂപ ചെലവഴിച്ച് 2020 നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ പ്രവർത്തനരഹിതമായത് റിപ്പോർട്ടർ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ബെൽറ്റ് പൊട്ടി 2 മാസം സർവീസ് നിലച്ചത് ആയിരക്കണക്കിന് ആളുകളെ ബുദ്ധിമുട്ടിച്ചു. ഇവിടെ സ്ഥാപിച്ച 4 യൂണിറ്റുകളും ഒരേ സമയം നിലച്ചതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നോടെ ഇടപെട്ട കോർപ്പറേഷൻ നിർമ്മാണ കമ്പനിയുമായി ഇടപെട്ടാണ് പ്രശ്നപരിഹാരത്തിന് നീക്കം ആരംഭിച്ചത്. അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ സാധനങ്ങൾ വിദേശത്ത് നിന്നെത്തിക്കേണ്ടതിനാൽ പിന്നെയും ദിവസങ്ങൾ നീണ്ടു. എസ്കലേറ്റർ പ്രവർത്തന സജ്ജമായതിന്റെ ആശ്വാസത്തിലാണ് യാത്രക്കാരും. കുറെ കാലമായിട്ട് ഇത് സ്റ്റോപ്പായിട്ട്. അപ്പോഴും പറഞ്ഞിരുന്നത് ബെൽറ്റ് സംവിധാനം പൊട്ടിപ്പോയി നോക്കിയായിരുന്നു. 1-2 മാസത്തിന്റെ അടുക്ക് ഇതൊക്കെ ഓഫ് ചെയ്യുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4 യൂണിറ്റ് ഉണ്ട്, ഒരുമിച്ചാണ് ഓഫായി കിടന്നത്. എങ്ങനെയുണ്ട് ഈ എക്സലേറ്റർ വീണ്ടും തുറന്ന് പ്രവർത്തിക്കും? വലിയ ഉപകാരമായി. ഈ സ്റ്റെപ്പ് കയറിയിട്ടായിരുന്നു പോലെ. പരിപാലന കരാറിലെ അവ്യക്തതയാണ് അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം നേരിടുന്ന വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അഭിമാന പദ്ധതികൾ പോലും ഇത്തരത്തിൽ നിലയ്ക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. എസ്കലേറ്റർ സംവിധാനം പൂർണ്ണ സജ്ജമായത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാവുകയാണ്. പ്രധാനമായും ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് നഗരത്തിൽ ഈ എസ്കലേറ്റർ സംവിധാനത്തെ ആശ്രയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.